ഹലോ, ഗുഡ് മോർണിംഗ്. പുത്തരമാറ്റ് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കഥ എന്തുവാന്ന് വെച്ചാൽ, അനാമികയുടെ അച്ഛനും അമ്മയും കൂടെ റെസ്റ്റോറൻറ്റിൽ വരുമ്പോൾ നമ്മൾ അബിയുടെ ഒരു ഗേൾ ഫ്രണ്ടിനെയും കൂടെ അവിടെ വെച്ച് കാണുന്നുണ്ട്. അപ്പോൾ അനാമിക പറയുന്നുണ്ട് അച്ഛനോട്, അല്ലെങ്കിൽ അബിയേട്ടൻ പെൺവിഷയത്തിൽ കുറച്ച് പ്രശ്നമാണെന്ന് എനിക്കറിയാം. അപ്പോൾ അനാമികയുടെ അച്ഛൻ പറയും, എങ്ങനെ ഇല്ലാതിരിക്കുക, കാരണം അവൻ്റെ കൂടെ അവൻ്റെ ഭാര്യ അത് അത്ര കാര്യമല്ലേ, അപ്പോൾ ആണുങ്ങൾ വഴി തെറ്റാതിരിക്കുമോ എന്നറിയും. അങ്ങനെ അപ്പോഴാണ് ഗേൾ ഫ്രണ്ട് അബിയോട് പറയുന്നത്, അതാ അബിയുടെ വീട്ടുകാരെന്ന് പറയും. അതിൽ പെട്ടെന്ന് വന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് അവരിങ്ങോട്ട് വരും. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അബിയും പറയും വേഗം വാ നമുക്ക് പോകാമെന്ന് പറയുമ്പോൾ അവർ വേഗം, അപ്പോഴേക്ക് അനാമികയും ഫാമിലിയും കൂടി അബിയുടെ അടുത്തെത്തും കേട്ടോ. അപ്പോൾ എത്തിയിട്ട് പറയും, നിങ്ങൾ പോകാനൊന്നും വേണ്ട, ഭക്ഷണം കഴിച്ചോളൂ എന്ന് പറയും. അല്ല, ഇതെൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചതാണ് അറിയാം, ഇനി ഞാനൊന്നും ചോദിച്ചില്ലല്ലോ എന്ന് പറയും. ഇനിയിപ്പോൾ അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം നിൻ്റെ ഭാര്യ എന്ന് പറഞ്ഞത് നിൻ്റെ അർഹത അല്ലാതെ അങ്ങോട്ട് കയറി വന്നതല്ലേ, നീ എത്രത്തോളം സഹിക്കേണ്ടതെന്നൊക്കെ ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഇനിയിപ്പോൾ ആണെങ്കിൽ ഞങ്ങളതൊന്നും ആരോടും പറയാനൊന്നും പോകുന്നില്ല, ഞങ്ങൾ കാരണം നിങ്ങൾ ഇവിടുന്ന് പോകണ്ട, നിങ്ങൾ ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറയും. അപ്പം നിൻ്റെ വീട് എവിടെയാണ് മോളേന്ന് ചോദിക്കും രേവതി. ഇപ്പോൾ പറയും സ്റ്റാച്യു ജംഗ്ഷൻ്റെ അടുത്താണെന്ന് പറയും. അപ്പോൾ എന്നറിയും, അല്ലെങ്കിലും നീ തന്നെയുള്ളൂ വീട്ടിലെ നല്ല ഇത്, അനാമികയുടെ അച്ഛൻ പറയും, നീ തന്നെയുള്ളൂ വീട്ടിലെ നട്ടലുള്ളത്, ബാക്കിയുള്ളതൊക്കെ കണക്ക് തന്നെയാണ്, അവന്മാരൊക്കെ മണ്ടന്മാരാണ്, നീ മാത്രമുള്ള ബുദ്ധിമാൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവനെ സുഖിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് അതാകുമ്പോൾ അവനൊന്നും മിണ്ടാണ്ടിരിക്കുക. എന്നാൽ ശരി, നീ എന്താ വീട്ടിലേക്ക് വരാത്ത അനാമികയെ എന്ന് ചോദിക്കും. അതിലറിയാം, എന്നെ ഇനി വിളിക്കാൻ വന്നിട്ടില്ലല്ലോ, വിളിക്കാൻ നീ ഒന്ന് സൂക്ഷിച്ചോ, അവൻ്റെ മനസ്സിലെപ്പോഴും അവളാണ്, നയനേടത്തിയുടെ അനിയത്തിയാണെന്നറിയാം. എനിക്കറിയാഞ്ഞിട്ടൊന്നുമല്ല എന്നിങ്ങനെ പറയും. അപ്പോൾ തിരിച്ച് അവനൊന്ന് സുഖിപ്പിക്കുകയാണ് അനാമികേനെ. അങ്ങനെ ഓക്കെ, എന്നാൽ നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അവർ അവിടെ അപ്പുറത്ത് പോയി ഇരുന്നിട്ട് പറയും, ഇനിയിപ്പോൾ എന്തായാലും ഇവനെ കൈ കിട്ടിയല്ലോ, ഇനി എന്തെങ്കിലും പ്രശ്നമൊക്കെ ഇവനെ കൂട്ടുപിടിച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് പൊളിച്ചെടുക്കുക എന്നുള്ള ഇതിലാണ് പറയുന്നത്. അപ്പോൾ പറയും, അല്ലെങ്കിലും അബിയേട്ടനെ ഇങ്ങനെ മലയ്ക്ക് കൊണ്ടൊന്നും വലിയ ഇഷ്ടമല്ല, പിന്നെ എല്ലാവരും കൂടെ നിർബന്ധിച്ചപ്പോൾ എല്ലാവരും കൂടെ പോകുന്നതുകൊണ്ട് ഇട്ടതാണ്. അപ്പോൾ ഇനിയിപ്പോൾ നോൺ വെജൊക്കെ കഴിക്കേണ്ടതെന്ന് തന്നെ അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ അവിടെ ഇരിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഹോസ്പിറ്റലിൽ കനകയും അതിനെയും കൂടെ സംസാരിക്കുന്നതാണ്. അപ്പോൾ നന്ദുവിനോട് എല്ലാവരും എപ്പോഴും നമ്മൾ പുറത്ത് പോകണേനായിരുന്നു, നമ്മൾ ആദ്യം അവളെ ചീത്ത പറഞ്ഞിരുന്നു, ഇപ്പോൾ അവൾ പുറത്ത് തന്നെ പോകുന്നില്ല, വീട്ടിൽ തന്നെ ഒതുങ്ങിയിരിക്കുകയാണ് എന്നൊക്കെ പറയും. ഇപ്പോഴും മനിയുടെ വിഷയത്തിൽ അവൾക്ക് വിഷമമുണ്ട് തോന്നണോ എന്നൊക്കെ പറയും. ഇല്ല, ഇപ്പം അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, പക്ഷെ അവൾക്ക് ഇനി എന്തെങ്കിലും ജോലികൾ എന്തെങ്കിലും നോക്കണം. അപ്പോൾ പറയും, 2 പ്രൈവറ്റ് കമ്പനിയിലായിട്ട് അവൾ ഇൻ്റർവ്യൂവിന് പോയിരുന്നു എന്നറിയാം. അപ്പോൾ പറയും, ഇവിടെ മോർത്തീസിൻ്റെ ഗ്രൂപ്പിൽ തന്നെ അവൾക്ക് എവിടെയെങ്കിലും ജോലി വേണമെങ്കിൽ തിരപ്പെടുത്താം എന്ന് പറയുന്ന നയന. അപ്പോൾ കനക പറയും, വേണ്ട മോളെ, അത് വേണ്ട, ഞാനുള്ളിടത്തേക്ക് അവളെ പറഞ്ഞയക്കേണ്ട നമുക്ക് എന്നങ്ങനെ പറയും. അങ്ങനെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയും, അച്ഛൻ പാവം ഒരുപാട് വിഷമിക്കുന്നുണ്ട്, നിൻ്റെ വിവരങ്ങൾ അറിയാഞ്ഞിട്ടെന്ന് പറയും. അപ്പോഴേക്കും അതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദർശം അങ്ങോട്ട് കയറും. അപ്പോൾ അമ്മ ഒരു കാര്യം ചെയ്തോളൂ, അമ്മ നീ വീട്ടിൽ പോയിക്കോളൂ, ഇനി ഞാൻ ഇവിടെ ഉണ്ടല്ലോ, ഞാൻ നോക്കിക്കോളാം എന്ന് പറയും. അല്ല മോനെ, അതല്ല, മോളൊറ്റയ്ക്ക് ഇവിടെ എന്താ ചെയ്യുക, എന്നൊരു കാര്യം ചെയ്യും, ഞാൻ പോയിട്ട് നന്ദുവിനെയും കൂടെ ഇങ്ങോട്ട് പറഞ്ഞയക്കാം എന്ന് പറയും. അല്ല, അതിനൊന്നും ആവശ്യമില്ല അമ്മേ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്ന, അമ്മ പൊക്കോളൂ, ഇനിയിപ്പോൾ അച്ഛൻ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നാലോ, അച്ഛൻ ചെല്ലാന്ന് പറഞ്ഞതല്ലേ എന്ന് പറയും. അപ്പോൾ എന്നാൽ ശരി, ഞാൻ പോവാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കനക അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. കനക പോകുന്ന സമയത്ത് ആദർശ് ഇങ്ങനെ ഇവിടെ നോക്കിയിരിക്കുമ്പോൾ പറയും, എന്ത് പറ്റി, എന്തിനങ്ങനെ നോക്കണം നോക്കിയാൽ പറയും, ഞാൻ നിൻ്റെ അടിമയാണ് ഇനി എന്ന് പറയും ആദർശ്. അപ്പോൾ അറിയാം, അങ്ങനെയൊന്നും പറയലറിയാം, എന്തായാലും നീ തന്നെയാണ് എന്നേക്കുള്ള ഒരു പടി മുന്നിൽ എന്നറിയാം. അപ്പോൾ നയന പറയും, അപ്പോൾ ഞാനൊരു പടി താഴെ ഇറങ്ങിയപ്പോൾ നമ്മൾ ഒരേ ലെവലായില്ലേ എന്നൊക്കെ പറയും. നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ പറയുമ്പോൾ, എനിക്കിപ്പോൾ സന്തോഷമേ ഉള്ളൂ, വിഷമമൊന്നുമില്ല, പക്ഷേ ഒരു കാര്യത്തിൽ മാത്രമേ വിഷമമുള്ളൂ അറിയാം. അപ്പോൾ അതെന്തായിരിക്കും പറയും, എൻ്റെ അമ്മായിയമ്മ എന്നെ ഒന്നും തിരിച്ചറിയുന്നില്ലല്ലോ എന്ന് പറയും. അപ്പോൾ അവൾ പറയും, ആദർശ് പറയും, അതൊക്കെ ശരിയാവിടോ, എല്ലാം ശരിയാവും, നീ വിഷമിക്കൊന്നും വേണ്ട, അത് ഞങ്ങളിപ്പോൾ എന്തായാലും മലയ്ക്ക് പോകുന്നതല്ലേ, ഇപ്പോൾ ഇനി എന്തായാലും മകരവിളക്കിനെ ഇനിയിപ്പോൾ പോകണുള്ളൂ. അപ്പോൾ നയന പറയും, എല്ലാവരും പറയുന്നുണ്ട് ഇത്രയും വലിയ വീട്ടുകാരിങ്ങനെ നടന്നൊക്കെ പോവുമോ, അപ്പോൾ അതിനെന്താ കുഴപ്പം, അതിനിപ്പോൾ അയ്യപ്പസ്വാമിയുടെ മുന്നിൽ എല്ലാവരും ഒരുപോലെയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ നബിയുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ, കാരണം അവൻ ഇന്ന് മാലിട്ട നാളാം മല കയറുന്ന ആളാണ്, അവനാണെങ്കിൽ നോൺ വെജിലാണ്ടിട്ട് പറ്റൂല, ഇനിയിപ്പോൾ അവന് എന്തൊക്കെ
കാട്ടിക്കൂട്ടും എന്നുള്ള അറിയില്ല എന്നൊക്കെ പറയും. ഇപ്പം എല്ലാവരും പേടിച്ചതുകൊണ്ടാണ് ഇങ്ങനെ അപ്പോൾ ഒതുങ്ങിയിരിക്കുന്നത് എന്നറിയാം. അപ്പോൾ അതിലും വലിയ സാധനം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ സംഭാഷണം കഴിയുമ്പോൾ പിന്നെ വീട്ടിൽ നന്ദുവിൻ്റെ അമ്മയും നന്ദുവിൻ്റെ അച്ഛനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പറയും, മോളെ നീ എന്താ പുറത്തേക്കൊന്നും പോവാത്തത്? നീ ഇങ്ങനെ വീട്ടിൽ ഒതുങ്ങിക്കൂടി ഇരിക്കരുത്. നിൻ്റെ മുഖത്ത് കുറച്ച് ദിവസമായിട്ടൊരു വിഷമമുണ്ടല്ലോ, എന്ത് പറ്റി? അനീനെ കണ്ടിട്ടാണോ ചോദിക്കുമ്പോൾ അല്ല അച്ഛാ, അനീനെ കണ്ടിട്ടൊന്നല്ല അറിയും. പിന്നെ എന്താ പറ്റിയത് എന്ന് ചോദിക്കും. അല്ല ഒന്നുമില്ല അച്ഛാ എന്നറിയാം. അപ്പോൾ മനസ്സിൽ ഓരോരോ വിഷമങ്ങൾ, അതെന്താണെന്ന് ചോദിച്ചത് അറിയാം, അത് അച്ഛനറിയും എന്നറിയും. അത് നാളെ അറിയണ വിവരമാണെങ്കിൽ ഇന്ന് തന്നെ പറഞ്ഞൂടെ എന്ന് നോക്കുമ്പോഴേക്കും കനക വരും. കനക വന്നു കഴിഞ്ഞിട്ട് വർത്തമാനം പറയും. നീ വന്നോ, എന്താ അവിടുത്തെ വർത്തമാനം എന്ന് നോക്കുമ്പോൾ ആദർശൻ്റെ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല, മോള് വന്ന് നോക്കിയാൽ മോളെ അവിടെ ആക്കിയിട്ടാണ് ഞാൻ പോകുന്നത്. എന്നാലും മോളെ വിളിച്ചിട്ട് ഇന്ന് ഫോൺ എടുക്കണം കൂടെ ചെയ്യുന്നില്ലല്ലോ, എന്താ മോൾക്ക് പറ്റിയത്? അവൾക്ക് ഓരോ തിരക്കല്ലേ ഗോവിന്ദേട്ടാ, ഭയങ്കര പണിയാണ് അവിടെ, അതുകൊണ്ടാണ്, ജോലി തിരക്ക് ഒഴിഞ്ഞുള്ള നേരമല്ല എന്നൊക്കെ പറയും. എന്നാലും ഒന്ന് ഫോൺ വിളിച്ചൊന്ന് എടുക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ വിഷമത്തോടു കൂടി പറഞ്ഞിട്ട് അയാൾ അങ്ങോട്ട് നീച്ചു കൂട്ടോ. അപ്പോൾ നന്ദുവിൻ്റെ ദേഷ്യം പറഞ്ഞു. നന്ദു പറയും, ഇപ്പോൾ ചേച്ചിക്ക് സംസാരിക്കാമല്ലോ അമ്മ, എന്തുകൊണ്ട് അമ്മ ചേച്ചിയോട് പറഞ്ഞിട്ട് ഒന്ന് വിളിക്കായിരുന്നില്ലേ? അച്ഛൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയെന്ന് അറിയാം. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു മോളെ, പക്ഷേ അച്ഛനത് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇനിയിപ്പോൾ അച്ഛന് അവളുടെ സംസാരത്തിൽ ക്ഷീണം തോന്നിക്കഴിഞ്ഞാൽ എന്ത് പറ്റിയെന്ന് ചോദിക്കും. അപ്പോൾ അതാണ് എന്ന് പറയും. അതിലും നമ്മൾ മറുപടി പറയണ്ടേ, എന്തായാലും ഇനി ആയില്ലേ, ഇങ്ങോട്ട് വരുമ്പോൾ കാണട്ടെ, അല്ലാണ്ട് എന്താ പറയുക എന്നിങ്ങനെ പറയും. അവിടുന്ന് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മളുടെ ദേവയാനി ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുന്നതാണ്. ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ജയൻ, അതായത് ആദർശിൻ്റെ അച്ഛൻ അങ്ങോട്ട് ചെല്ലുകയാണ് അടുത്തേക്ക്. അപ്പോൾ ജയൻ ചെല്ലുന്ന സമയത്ത് ഇങ്ങനെ അവർ കണ്ണ് തുറന്നെടുക്കുമ്പോൾ വിഷമായോ എന്ന് നോക്കിയാൽ അവർ വളരെ മായത്തിൽ, നല്ല സ്നേഹമായിട്ട്. അപ്പോൾ അറിയും, കുഴപ്പമില്ല. മോനെ എവിടെ വയ്ക്കുമ്പോൾ പുറത്തുണ്ടെന്ന് അറിയും. ഇപ്പോൾ എങ്ങനെ ഉണ്ട് വയ്ക്കുമ്പോൾ കുഴപ്പമില്ല എന്ന് പറയും. അപ്പോൾ അവളുണ്ടോ കൂടെ വയ്ക്കുമ്പോൾ? നയനമോളില്ല, വീട്ടിൽ പോയിരിക്കുകയാണ് അറിയും. അവളെന്തിനാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്, അവൾക്ക് പോയിക്കൂടെ? അപ്പോഴും ആ സ്ത്രീക്ക് പാവം അതിനോട് ദേഷ്യമാണ് കേട്ടോ. അതവിടെ നിന്നോട്ടെ, ഒരാളായില്ലേ എന്നൊക്കെ പറയും. അപ്പോൾ നിനക്ക് ഇപ്പോൾ എങ്ങനെ ഉണ്ട് വയ്ക്കുമ്പോൾ കുഴപ്പമില്ല, എനിക്ക് മോനെ ഒന്ന് കാണണം, മോനോടൊന്ന് വരാൻ പറയുമായിരിക്കുമ്പോൾ പറയാം, മോൻ പുറത്തുണ്ട്, ഞാൻ പറയാം എന്ന് പറയും. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നിട്ട് സംസാരിച്ച്. അപ്പോൾ ഇങ്ങനെ ദേവയാനി പറയും, ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് ഞാനില്ലാത്ത വിരിച്ചിട്ട് ഭക്ഷണം സമയത്ത് കഴിക്കാതിരിക്കരുത്, മലയ്ക്ക് വ്രതമൊന്നും തെറ്റിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇല്ല, ശ്രദ്ധിക്കുന്നുണ്ട്, നീ സമാധാനമായിട്ട് കിടന്നു പറഞ്ഞിട്ട് അങ്ങനെ ജയൻ അവിടെ നിന്ന് പോരും. അത് കഴിഞ്ഞ് ആദർശം നയനയും കൂടെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജയൻ അങ്ങോട്ട് വരും. അപ്പോൾ എന്നിട്ട് പറയും, മോനെ അമ്മ അന്വേഷിച്ചു നിന്നെ എന്ന് പറയും. അപ്പോൾ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല മോളെ. അപ്പോൾ പറയും, ശരി അച്ഛാ, ഞാൻ അമ്മയെ കണ്ടിട്ട് വരാം. അപ്പോൾ ആദർശ് ഇങ്ങനെ മരുന്ന് ഗുളികയൊക്കെ എടുത്തു കൊടുക്കാവും നയനയ്ക്ക്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്നാൽ അമ്മയെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞാൽ ആദർശ് അങ്ങനെ ദേവയാനീനെ കാണാൻ പോവാം. പിന്നെ അപ്പോൾ അച്ഛൻ ഇരിക്കുമെന്ന് അറിയുക അവൾ നയന. അപ്പോൾ ജയൻ അവിടെ കസാര ഇട്ടിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ മോൾക്കറിയാലോ, പിന്നെ ആദർശിന് ഒരു അസുഖം ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ, ശ്വാസം മുട്ടൽ. അത് കാരണം ഇനി അവൻ്റെ താഴെ ഒരു കുട്ടി വേണ്ടാന്ന് ദേവയാനിയെ പറഞ്ഞു. പക്ഷേ എനിക്കൊരു മോള് വേണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമായിരുന്നു, പക്ഷേ എനിക്കിപ്പോൾ ആ സങ്കടം തീർന്നു കേട്ടോ എന്ന് പറയും. അപ്പോൾ അവളിങ്ങനെ മുഖത്തേക്ക് വെക്കുമ്പോൾ പറയും, എനിക്കിപ്പോൾ മോളുണ്ടല്ലോ മോളായിട്ട്, അപ്പോൾ മോളെ ഞാൻ മരുമോളായിട്ടല്ല കണ്ടത്, എൻ്റെ മകളായിട്ടാണ് കണ്ടത് എന്നൊക്കെ അയാളിങ്ങനെ വളരെ സ്നേഹത്തോടു കൂടി സംസാരിക്കും. അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമാവും കേട്ടോ. കാരണം അപ്പോൾ പറയും, എനിക്ക് വേറെ ഒന്നും വേണ്ട അച്ഛനും പിന്നെ ആദർശേട്ടനും അതുപോലെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ എന്നെ മനസ്സിലാക്കുന്നുണ്ടല്ലോ, എനിക്കത് മതി എന്ന് പറയും. അപ്പോൾ ഇപ്പോൾ എങ്ങനെയുണ്ട് മോളെ വയ്ക്കുമ്പോൾ കുഴപ്പമില്ല അച്ഛാറ്. അമ്മയ്ക്ക് എങ്ങനെയുണ്ട് വയ്ക്കും? അമ്മ കുഴപ്പമൊന്നുമില്ല, ക്ഷീണമുണ്ട് എന്നൊക്കെ അങ്ങനെ സാധാരണ ഒരു ഇതായിട്ടുള്ള സംഭാഷണങ്ങളാണ് കേട്ടോ. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മോള് വിഷമിക്കണ്ട കേട്ടോ, എല്ലാം മാറും എന്നൊക്കെ പറയും. അപ്പോൾ അവളിങ്ങനെ കേട്ടുകൊണ്ട് കിടക്കും. അപ്പോൾ അവളിങ്ങനെ നോക്കും ഇയാളുടെ മുഖത്തേക്ക്, ജയൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കും കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ആദർശ് ദേവയാനീൻ്റെ റൂമിൽ ദേവയാനീനെ കാണാൻ ചിലപ്പോൾ ചെല്ലുമ്പോഴേക്ക് മോനെ എന്ന് പറഞ്ഞ് വിളിക്കും, ചെല്ലും. അപ്പോൾ ചെന്നിട്ട് പിന്നെ ആ കുട്ടിക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും. അതായത് അവർക്ക് ലിവർ കൊടുത്ത കുട്ടിക്ക്. അപ്പോൾ പറയും, കുഴപ്പമൊന്നുമില്ല, ഞാൻ ആ കുട്ടിയെ കണ്ടിട്ടാണ് വരുന്നത്, എന്നാലും അതിനൊന്നും കാണാൻ പറ്റിയില്ലല്ലോ എനിക്ക് എന്ന് പറയും കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല അമ്മേ, ഞാൻ കണ്ടിട്ടാണ് വരുന്നത്, അപ്പോൾ പ്രശ്നമൊന്നുമില്ല എന്ന് പറയും. അപ്പോൾ പറയും, നീ ഭക്ഷണമൊക്കെ കഴിക്കുന്നില്ലേ, ശരിക്കും മര്യാദയ്ക്ക് ഭക്ഷണമൊക്കെ കഴിക്കുന്നില്ല ഉണ്ട് എന്ന് പറയും. അപ്പോൾ പറയും പിന്നെ അപ്പോൾ അവളെ പറ്റി നയനെ പറ്റി അപ്പോൾ ചോദിക്കുന്നില്ല കേട്ടോ.
അപ്പോൾ നയനെ പറ്റി ചോദിക്കില്ല. അപ്പോൾ പിന്നെ അങ്ങനെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയും, വ്രതമൊന്നും തെറ്റിക്കരുത്, നീ ശ്രദ്ധിക്കണം, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ സാധാരണത്തെ പോലെ സംഭാഷണങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ പിന്നെ എന്താ പറയുക പത്തനംമാറ്റ് സീരിയൽ കഴിയുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ അനാമികയുടെ വീട്ടുകാർ അബിക്ക് ഫുൾ സപ്പോർട്ടാണ്, ഏത് വഴിക്ക് വേണമെങ്കിലും പൊക്കോ, ഞങ്ങളിതിപ്പോൾ ആരോടും പറയാൻ പോകുന്നില്ല എന്ന രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കഥകൾ പോണത്. അപ്പോൾ എല്ലാവരും ഇന്ന് സീരിയലൊക്കെ ഒന്ന് കണ്ട് പിന്നെ എൻ്റെ കഥ എന്താ പറയുക ഞാൻ പറയുന്ന കഥ ഇഷ്ടപ്പെട്ടാൽ പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾ കമൻറ്റുകളൊന്ന് പറയണം കേട്ടോ. പിന്നെ എൻ്റെ പുതിയ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാനൊരു കൊച്ചിക്കോയ പറഞ്ഞിട്ടൊരു വീഡിയോ ഇപ്പോൾ ഇട്ടിട്ടുണ്ട്, ഇന്നലെ മിനിഞ്ഞാന്നാണ് ഇട്ടത്. നിങ്ങളെല്ലാവരും കാണണം, കണ്ട അഭിപ്രായം പറയണം കേട്ടോ. നല്ല ടേസ്റ്റി ഫുഡാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ, പറ്റുമെങ്കിൽ കുറച്ച് ഇതുണ്ട്, കുഴപ്പമൊന്നുമില്ല, പക്ഷെ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാം രാവിലെ. ഓക്കെ, താങ്ക് യു.